ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് നെക്ക് ലൈൻ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ റൗണ്ട് ഷേപ്പാണ് കാണിക്കുന്നത്. പേപ്പറിൽ ഞാനിപ്പോൾ പേപ്പറിൽ ലെങ്ത്തും വിഡ്ത്തും എടുത്തിട്ട് ഡ്രാഫ്റ്റിംഗ് ചെയ്യാണ്. ഇത് ഫോൾഡിലാണ് ഈ വശം എപ്പോഴും ഇരിക്കേണ്ടത്, അത് തുണിയിലാണെങ്കിലും പേപ്പറിലാണെങ്കിലും. ഇവിടെ 3 ഇഞ്ച് ഞാൻ വിഡ്ത്ത് എടുത്തേക്കാണ്. 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് 6 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ലെങ്ത്തും വിഡ്ത്തുമാണ്. പിന്നെ പാറ്റേണും ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം. എന്നിട്ട് ഈ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തേക്കുന്നത് ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കുക. നമ്മൾ ഈ ബോക്സിൻ്റെ അകത്താണ് ഇനി നെക്ക് ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം. റൗണ്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 6 ഇഞ്ചസ് ആണല്ലോ ലെങ്ത്ത് എടുത്തത്, അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് വരുന്നത്. അല്ലെങ്കിൽ ടേപ്പ് ഇങ്ങനെ മടക്കിയിട്ട് വെച്ചാലും മതി, അപ്പോൾ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ മിഡ് പോയിൻ്റ് ഇവിടെ കിട്ടി. എന്നിട്ട് ചെയ്യേണ്ടത് ഫ്രഞ്ച് കർവ് ഈ ബോക്സിൻ്റെ അകത്താണ് കറക്റ്റ് ഫ്രഞ്ച് കർവ് വരേണ്ടത്. അപ്പോൾ ഈ മിഡ് പോയിൻറ്റിൻ്റെ അവിടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് എവിടെയാണോ റൗണ്ട് ഷേപ്പ് വരുന്നത്, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഈ ഫ്രഞ്ച് കർവ് കറക്റ്റ് ഇവിടെ വരണം. പിന്നെ ഇത് ഈ വിഡ്ത്തിൻ്റെ മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ പുറത്തേക്കും പോകരുത്. അത് ഓരോ നെക്ക് ഷേപ്പ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിന് ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഫ്രഞ്ച് കർവ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി ഒക്കെ അതിൻ്റെ വ്യത്യാസം എവിടെയാണോ റൗണ്ട് വരുന്നത് അതനുസരിച്ചിട്ട് ഫ്രഞ്ച് കർവ് വെച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ വിഡ്ത്ത് വരുന്ന ഭാഗത്ത് ഇവിടേക്ക് വരുമ്പോൾ ഇവിടേക്ക് ഷേപ്പ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് വരണം. ഷേപ്പ് ഇങ്ങനെ വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഡിഫറൻസിൽ സ്ട്രെയിറ്റ് വരണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ വരും. ഇവിടേക്ക് വരില്ല, ഈ ഷേപ്പ് ഇങ്ങോട്ട് വരില്ല. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും. ഇനി ഇത് കട്ട് ചെയ്യണം. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും, റൗണ്ട് ഷേപ്പ് വരും.